നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 291st day. Today 62nd sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 292 ദിവസം. ഇന്ന് 91 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 62ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 62ാമത്തെ ശ്ലോകം. ത്രിമാസേ നിർഗതേ ചാത സാധീനു സുഷുവർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. ത്രിമാസേ നിർഗതേ ചാത സാധീനു സുഷുവോർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. ഓം തത്സത്. 3 മാസം കഴിഞ്ഞപ്പോൾ ആ ധേനു സർവാംഗസുന്ദരനും സ്വർണ്ണകാന്തിയുള്ളനും നിർമ്മലനും ദിവ്യനുമായ ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ ഫലം ഭക്ഷിക്കാതെ അനുജത്തിയും ജ്യേഷ്ഠത്തെയും കൂടി ഏതായാലും കളയേണ്ട, നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി പറഞ്ഞ് പശുവിന് നൽകുന്നു. ആ പശു ഈ സന്താനമുണ്ടായി. പിന്നീട് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സർവാംഗസുന്ദരനായിട്ടുള്ള അതിമനോഹരനായിട്ടുള്ള നല്ല സ്വർണ്ണ നിറമുള്ള കാന്തിയോടുകൂടിയ ഒരു മനുഷ്യ കുട്ടിയെ പ്രസവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത്രയും മനോഹരനായ സന്താനമായിരുന്നു ആ കുട്ടി. ആത്മദേവൻ ആ കുട്ടിക്ക് വേണ്ടുന്ന ജാതകർമ്മങ്ങളും സംസ്കാരങ്ങളും എല്ലാം ചെയ്ത് ജനങ്ങളും എല്ലാവരും ആശ്ചര്യത്തോടു കൂടി ഈ കുഞ്ഞിനെ വന്ന് കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുകയാണ്. സന്യാസി നൽകിയ ഫലം കൊണ്ടാണ് ഇങ്ങനെയുണ്ടായത് എന്ന് ആർക്കും അറിയില്ല. എന്നാൽ അത്ഭുതകരമായ ഒരു ശിശു, സ്വർണ്ണവർണ്ണ കാന്തിയോടുകൂടി ദിവ്യത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്താനത്തെ ആ പശു പ്രസവിച്ചു. ഫലം നൽകിയിട്ട് ആ ഫലം ഭക്ഷിച്ച പശു അങ്ങനെയൊരു സന്താനത്തെ ഭക്ഷിച്ചു. ഫലം നൽകിയത് ജ്യേഷ്ഠത്തെയും അനുജത്തെയും കൂടിയാണ്. അവർക്ക് 2 പേർക്കും മാത്രമേ അതിൻ്റെ രഹസ്യം അറിയുകയുള്ളൂ. ബാക്കി ആർക്കും അറിയില്ല. എല്ലാവരും വളരെ അത്ഭുതം എന്ന് കരുതുകയാണ് ഉണ്ടായത്. ശ്ലോകം ഒരിക്കൽ കൂടി. ത്രിമാസേ നിർഗതേ ചാത സാധീനു സുഷുവോർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. അതിസുന്ദരൻ, ദിവ്യൻ, നിർമ്മലൻ, കനക സ്വർണ്ണ നിറമുള്ളവൻ എന്നൊക്കെയാണ് പറയുന്നത് ആ ശിശുവിനെ പറ്റി ഈ ശ്ലോകത്തിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.